ഹലോ എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഓണം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ പരിപാടി, ഇന്ന് നമുക്ക് തൃശ്ശൂർ പോവും. അപ്പോൾ അവിടെ ഒരു നേപ്പാളി ചേച്ചി ഉണ്ടല്ലോ, അപ്പോൾ അവിടെ പോയി നമുക്ക് എല്ലാ ഫ്രണ്ട്സും ഞാനും പിന്നെ എൻ്റെ കൊച്ചെ പോവും. അപ്പു വരില്ല. അപ്പോൾ നമുക്ക് 4 പേര് പോയി, പിന്നെ ഞാൻ നാളെ വരും, പിന്നെ എൻ്റെ ഫ്രണ്ട്സും നാളെ പോവും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് തൃശ്ശൂർ പോകും. അപ്പോൾ നമുക്ക് അകത്ത് പോയി നോക്കാം പിള്ളേർ എന്താ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗുഡ് മോർണിംഗ് സൗണ്ട് ഗുഡ് മോर्निंग सरिदा गुड मॉर्निंग आइब्रो के राम्ररी भइरहेछ त जाने त हेर्नु न. गुड मॉर्निंग तपाईँ त बोल्नु न मलयालमबाट के बोल्ने अन्त के बनाए എന്താ ഉണ്ടാക്കിനെ ഇന്ന് സരിത ദീദി? പൂരി. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പൂരി, പിന്നെ എന്താ കടല. അതെ കടല ഞാൻ ഉണ്ടാക്കി, പൂരി ഇത് ഉണ്ടാക്കുന്നുണ്ട്, നമ്മുടെ സരിത ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം വേഗം मला देख दे ചേർത്താ കല്ലു പൂരി दिखाई दे അതാ मला देख दे സാർ. അപ്പോൾ നമുക്ക് രാവിലെ വേഗം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് നമുക്ക് ഓടാം അല്ലേ. അപ്പം നമുക്ക് തൃശ്ശൂർ പോവാം. ഇപ്പോൾ തൃശ്ശൂരിൽ അവിടെ ഒരു നേപ്പാളി ചേച്ചി ഉണ്ടല്ലോ, സാനു ദീദി. അപ്പോൾ സാനു ദീദിക്ക് വീട്ടിൽ പോവാൻ വിചാരിച്ച സാനു ദീദി ഞാൻ പോവില്ല വിചാരിച്ച, പിന്നെ ചേച്ചി പറഞ്ഞു എല്ലാവരും ഉണ്ടല്ലോ, ഇപ്പം നമുക്ക് 4-5 പേര് നേപ്പാളി ആയില്ലോ. അപ്പം പറഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവും, നല്ല രസമല്ലേ, ബാ 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 പറഞ്ഞിട്ട് പിന്നെ ഞാനും വിചാരിച്ചു ഓക്കെ പോവാം, പോയിട്ട് ഞാൻ നാളെ വരാം അല്ല ഗൈസ്. ആ ഇത് ഇത് എന്താ കാനച്ചത്രി അല്ലേ? അതെ നമ്മുടെ कानाचत्री पल्टाइदिनु न. लेट्स पल्टाइदि कानाचत्री. आजको कानाचत्री ശരിയായില്ലല്ലോ. അതെ ഞാൻ പാനി ബൺകർ കേട്ടി. അപ്പൊ ഇന്നലെ നമുക്ക് ഓണം പരിപാടി ഇങ്ങനെ ഉണ്ടായിരുന്നു. മായ how is ओणम? very good, very fun. अच्छा लगा? अच्छा लगा. सब लोग मिला ना. ദാദി ഇങ്ങനെ ഉണ്ടായിരുന്നോ? അടിപൊളി. നമുക്ക് എല്ലാരും ഒരുമിച്ചുണ്ടായിരുന്നു അല്ലേ അല്ലേ മോണിക്ക? പകടിത മോണിക്ക. ഈ കൊച്ചൊക്കെ പേര് മോണിക്ക. അപ്പൊ നമുക്ക് മോണിക്ക അവൾക്ക് ഞാൻ ഗുഡ് മോർണിംഗ് അമ്മ. അപ്പൊ അമ്മക്ക് ജോലി പോകുന്ന സമയായി. ഇത് അപ്പു പറഞ്ഞു കാരണം ഒരു പ്രശ്നം സെയിം കൂടി. അപ്പൊ നമ്മൾക്ക് ഓണമും കഴിഞ്ഞു അല്ലേ അമ്മേ? ഓണത്തിന് വേണ്ടി എന്തെല്ലാം പ്രിപ്പറേഷൻ ചെയ്ത്. അതെ ഇങ്ങനെ ഫുഡ് രാത്രി വരെ ഞാൻ കഴിച്ചിട്ടോ. രാത്രി എല്ലാം 2 പേര് പായസം കഴിച്ചോ? കഴിച്ചില്ലേ? ചൂടാക്കി കഴിക്കും. പോണു മുമ്പ് ഇച്ചിരി കഴിച്ചു കുറച്ച് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കാം. അപ്പൊ ഇത് തണുപ്പ് കഴിയുമ്പോൾ കഴിക്കാൻ പറ്റും. ശരി ചൂടാക്കണ്ട. വേണമെങ്കിൽ പതുക്കെ ഒന്ന് ചൂടാക്കാം, അടി പിടിക്കാതെ. അതെയോ? അപ്പൊ നമുക്ക് പോകുന്ന മുമ്പ് ഇത് കഴിച്ചിട്ട് പായസം കഴിക്കുന്നു കേട്ടോ. കഴിക്കും പറയുന്നുണ്ട്. എനക്ക് എന്താ കൊടുത്താലും ഞാൻ കഴിക്കും പറയുന്നത്. പപ്പടം ഫ്രൈ ചെയ്യാം. പഴമുണ്ട്. പപ്പടം പഴം പായസം കൊടുത്ത് മരുമകൾ എന്താ പപ്പടം പായസം പരിപ്പ് തടിച്ചോന്ന്. ഞാൻ തടിച്ചോ. ഞാൻ ഇപ്പൊ നല്ല വണ്ണം വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് പരിപാടി ഒക്കെ കഴിഞ്ഞു, മാരേജ് കഴിഞ്ഞു, ഓണം കഴിഞ്ഞു.
ഇനി ഞാൻ ഡയറ്റിങ് ശരിയും ഡയറ്റിങ് ചെയ്യും. എപ്പോ വിളിച്ചാ പറയും ഞാൻ നെക്സ്റ്റ് ടൈം ഫുഡ് കഴിക്കുമ്പോൾ നല്ല ഒരു പ്ലേറ്റ് നിറച്ച് ഫുഡായിട്ട് അല്ല എന്ന് സ്വയം ഡയറ്റിനോട് ഇന്ന് തന്നിട്ട് ഫുഡ് കഴിക്കാം. അപ്പൊ ഞാനത് കേട്ട് പിന്നെ രാത്രി ഒന്നില്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്രിഡ്ജിലെടുത്ത് വീഡിയോ കോളിൽ കാണാൻ ഇതാണ് ഡയറ്റിങ്. ഇന്നലെ രാത്രി 12 മണിക്ക് വിശപ്പായി. രാത്രി ഒന്നില്ലാതെ പഴം എടുത്ത് തിന്നു. പഴം ഹലുവ കഴിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡയറ്റിങ് ചെയ്യാൻ അറിയില്ല. പക്ഷെ ഡയറ്റിങ് ചെയ്യാൻ ഭയങ്കര വണ്ണം വെച്ചിട്ടുണ്ട്. സുന്ദരി ഗുഡ് മോർണിംഗ്. വന്നതിന് സന്തോഷം. അപ്പൊ എല്ലാവർക്കും ടാറ്റ. എല്ലാരും വന്നു കഴിയുമ്പോ കണ്ടു കഴിയുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെ മാത്രമേ അറിയുള്ളൂ, ഇവരൊന്നും എനിക്ക് അറിയില്ലല്ലോ. അതെ, കണ്ടു കഴിയുമ്പോ ഭയങ്കര സന്തോഷം കേട്ടോ. क्या बुझो ഗുഡ്. ഇത് പറയുന്നേ അമ്മക്ക് നേപ്പാളി മദർ ഇല്ല വൈബുണ്ട്. എല്ലാവർക്കും മിണ്ടും നല്ല ഇത് ചെയ്യുന്നുണ്ടല്ലോ. ആ പിന്നെ ഞാൻ നേപ്പാളി ഇതായില്ലോ, അപ്പൊ നല്ല വൈബുണ്ട് പറയുന്നുണ്ട്. പിന്നെ ഞാൻ ഇവർക്ക് നിങ്ങൾ വരുമ്പോ ഇവർക്ക് നല്ല സന്തോഷം കിട്ടൂലേ. ഞാനും എന്റെ നാട്ടില് പോയി മതിനുണ്ടല്ലോ. അപ്പൊ നമുക്ക് എല്ലാം റെഡി ആയി നിൽക്കുന്നുണ്ട്. നേരത്തെ പോവാ വിചാരിച്ച് പണം നമുക്ക് വൈകി എണിച്ച് പിന്നെ സമയം പോയി അറിയുന്നില്ല. പാവം പാപ്പിച്ചേട്ടാ വണ്ടി എടുത്തു വാ. അപ്പൊ നമുക്ക് ഇപ്പൊ പോണേ തൃശ്ശൂർ നേരെ പോവാ. അപ്പൊ എല്ലാരും ഇതേ ഇന്നലെ സാരിയില് ഇന്ന് വേറെ ഡ്രസ്സില് നമുക്ക് പിള്ളേർ നല്ല സുന്ദരിയായി ഇരിക്കുന്നില്ലേ. പാപ്പിച്ചേട്ടൊക്കെ മറത്തുണ്ടാവുന്നു വെയിറ്റ് ചെയ്ത് അതെ പാപ്പിച്ചേട്ടാ. രാത്രി പിള്ളേരെ 3 മണിക്ക് ഉറങ്ങി. പിന്നെ രാവിലെ ഇങ്ങനെ എനിക്കും ഹലോ. ഓക്കെ മൈ ഡിയർ ഹസ്ബൻഡ്, ഇന്ന് ഞാൻ ഉണ്ടാവൂല രാത്രി കറയുണ്ട് കേട്ടോ. അതെ ശരി. അപ്പൊ ഞാൻ രാത്രി എത്തും കേട്ടോ. അപ്പൊ ഞാൻ തിരിച്ച് രാത്രി എത്താം വീട്ടില്. ബൈ ബൈ, ലവ് യു. അപ്പൊ ഗൈസ് ഫൈനലി നമുക്ക് തൃശ്ശൂർ എത്തി. നമ്മുടെ ചേച്ചിക്ക് സച്ചിന് ഇപ്പൊ കാണുമ്പോ നമുക്ക് എല്ലാരും ഇതേ അനിയത്തി ചേച്ചിമാരും മാതിരി ഉണ്ടോ. ആന്റി പറയാൻ പാടില്ല, ചേച്ചി. കൊറേ നാള് വെയിറ്റിംഗ് ഉണ്ടായിരുന്നു നമ്മ സരിത ദീദിക്കും സാനുദീക്കും എല്ലാവർക്കും കാണാനും പറഞ്ഞിട്ട് ഫൈനലി നമുക്ക് തൃശ്ശൂരും എത്തി. ഞാനും സരിത ദീദി എപ്പം വരും സാനുദീക്ക് കാണാനും. പക്ഷേ മായ മോണിക്ക കണ്ടിട്ടില്ലല്ലോ, ഫസ്റ്റ് ടൈം. പക്ഷെ ഇപ്പൊ അപ്പൊ ഹാപ്പി ആയല്ലോ. ഹാപ്പി ഓണം. ഓണം കഴിഞ്ഞു. ആ ഇന്ന് നമുക്ക് ഓണം നമ്മുടെ ചേച്ചിയും ചേട്ടന് എന്തെങ്കിലും തരം ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ഇതേ 4 പേര് നമുക്ക് വെയിറ്റിംഗ് ഉണ്ട് നമുക്ക് ഓണത്തിക്ക്. ഇത് നമ്മുടെ എന്താ പറയാ മൈത്ത് അപ്പൊ നമുക്ക് പറയില്ലേ മാരേജ് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോകില്ല. അങ്ങനത്തെ നമുക്ക് ഈ സാനുദിക്ക് വീട്. അപ്പൊ നമുക്ക് എപ്പോഴും വരുമ്പോ അങ്ങനെ നമുക്ക് ഫീലുണ്ട്. അപ്പൊ നമുക്ക് ഞാൻ ഇങ്ങനെ പോകുമ്പോ എപ്പോഴും എനക്ക് സാന്തി തേങ്ങ തരും, വിളിച്ചിന്ന തരും, കൊറേ പച്ചക്കറി തരും, അങ്ങനത്തെ സാധനങ്ങൾ തരും. അപ്പൊ ഞാൻ ഇങ്ങനെ വരുമ്പോ എന്താ ഫീല്, എന്റെ നാട്ടിക്ക് എന്റെ വീടിക്ക് വൈബുണ്ട്. കാരണം അങ്ങനെ ഫീലിംഗ് ആവും. അല്ലോ അപ്പൊ ഇത് നമ്മുടെ ഇത് അമ്മ പറയും മരോന്റെ അമ്മ ഓർക്കണ പറയും. ചേച്ചിക്ക് മോളിക്ക് അമ്മ കേട്ടോ അല്ലേ. ചേച്ചിക്ക് മോളിക്ക് ഹസ്ബൻഡ് അമ്മ. അപ്പൊ 2 പേര് സംതിനിക്ക് എന്താ പറയും എനിക്കറിയില്ല. പെണ്ണ് മോൾക്ക് അമ്മ മോൻക്ക് അമ്മ.
അവരുടെ പേര് സംതിനി. നമ്മുടെ നേപ്പാളില് സംതിനി പറയാം, പക്ഷെ ഇങ്ങനെ മലയാളം എന്താ പറയാ? മരുമോന്റെ അമ്മ മരുമകന്റെ അമ്മ. നമുക്കത് എല്ലാവരും ഡാൻസും കളിച്ചിട്ടോ. പുണ്ണിച്ച് അവിടെ ഡാൻസ് കളിക്കുന്നില്ല. അപ്പം ഞാനും പുണ്ണിച്ച് കളിക്കുന്ന കണ്ടുപോയി എനിക്ക് ഡാൻസ് ചെയ്യുന്നു തോന്നി. അപ്പം ഞാനെന്തേ ചേച്ചിക്ക് ഫ്രണ്ട്സൊക്കെ വിളിച്ചിട്ട് പിന്നെ നമുക്ക് എല്ലാവരും ഡാൻസ് കളിച്ചു. പിന്നെ എല്ലാവരും ഉണ്ടായ സമയത്ത് നമുക്ക് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു നല്ല വൈബല്ലേ. ഇന്നത്തേക്ക് ലഞ്ച് ബിരിയാണി. Ay, nagbukas niyo. Sabi boss nyo na. ഫുഡൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഞാൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ട് നന്നായിട്ട് കുറേ നേരം ഞാൻ ഉറങ്ങി. പിന്നെ ഇപ്പോൾ എണീച്ചിട്ടുണ്ട്, കുറച്ച് സമയമായി എണീച്ചിട്ട്. പിന്നെ നമ്മുടെ സരിത ഫ്രണ്ട് ഉണ്ടല്ലോ, സരിത, അവൾ പോയി. രാത്രി 6:30 ബസ്സുണ്ട്, അപ്പോൾ അതിൽ പോവും. ബാക്കി 2 ഫ്രണ്ട് രാവിലെ 7 o'clock ട്രെയിനിൽ പോവും. അപ്പോൾ ഇപ്പോൾ നമുക്ക് വൈകുന്നേരം ഇച്ചിരി അവിടെ നടക്കുന്നു, വേദന നടക്കാലോ പറഞ്ഞിട്ട് പോവാന്. ചുന്ദരി കോതാ എവിടെ പോന്നേ? ചേട്ടൻ്റെ വീട്ടിൽ പോവാ അല്ലേ? ഓക്കേ. അമ്മല്ല പറഞ്ഞ ആന്റിനോട് കോക്കനട്ട് വെള്ളം എടുക്കാൻ തരാൻ. അയ്യോ ഓ സാനുദി, मेरे छोरी ना कोकोनट पानी तो दिए ना रे, तब बंद सही. പോയിട്ട് വന്നിട്ട് കുടിക്കാട്ടോ. ഓക്കേ. അതെ, നമ്മുടെ സാനുദി റെഡി ആയി വന്നിട്ടുണ്ട്. നല്ല ചുരിദാറുണ്ട്, ബാപ്രേ. പിന്നെ നമ്മുടെ സാനുദിക്ക് സ്വന്തം ഡ്രസ്സൊക്കെ ബ്രാൻഡ്, തുണിക്ക് ബ്രാൻഡ് ഉണ്ട് കേട്ടോ. എന്താ ബ്രാൻഡ്? ബി പുജിത. അപ്പൊ എല്ലാ കോട്ടൺ തുണികളും കിട്ടും. അപ്പൊ ആരെങ്കിലും വേணும்னா നമുക്ക് കോണ്ടാക്ട് ചെയ്യാം. അതെ, നല്ല ഡ്രസ്. അപ്പൊ ലെറ്റ്സ് ഗോ, എല്ലാരും പോവാ. യോ കേറ് സീതാഫല. ഇതേ എന്താ സോരിഫ, നമുക്ക് നാട്ടിലെ സോരിഫ പറയും. ആ, പക്ഷെ ഇത് ആയിട്ടില്ല അല്ലേ, പഴുത്തിട്ടില്ലല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. അതെ, നമുക്ക് ചേട്ടാക്ക് പുണ്ണിച്ചൊക്കെ ചേട്ടാക്ക് വീട് എത്തില്ല. ആവോ ഗേൾസ്, ആവോ ആവോ. ആ പിള്ളേര് വരില്ല. ബാക്കി ആൾക്കാർക്ക് നാനും ഉണ്ട്, അത് കാരണം വീഡിയോയില് വരുന്നില്ല. നമുക്ക് സ്വന്തം കഴിച്ച വാർത്ത പോരെ. ആ, ഇതൊക്കെ പിടിക്ക് പറയുന്നുണ്ട്. ഇത് മോള് അല്ലേ? പിള്ളേര്. നമ്മുടെ ചേച്ചിക്ക് ഞാനിത് കൊടുക്ക. ചേച്ചി ഹസ്ബൻഡ്, ചേട്ടൻക്ക് വൈഫ് അല്ലേ? ഓക്കെ, മതി മതി. ಬೇರೆ ಸ್ಕೂಟರ್ ಚಲೋ ಒಂದೇ അവതേ നമുക്ക് രാത്രി ആയിട്ടോ. ഇപ്പൊ വീട്ടിലെത്തും. അവതേ കുറച്ച് നേരം നമുക്ക് അവിടെ നടക്കുന്നു പോയി. പെട്ടെന്ന് രാത്രി ആയിട്ടോ. അപ്പൊ നമുക്കത് വീടും എത്തി, സാന്നിധ്യക്ക് വീട് എത്തി. ഇന്നത്തെ ദിവസം നമുക്ക് എത്ര യാത്ര ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാ ഫ്രണ്ട്സുകള് നമുക്ക് ഒരുമിച്ചുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമായി. എല്ലാരും വീട്ടിൽ എത്തി. നമുക്ക് എല്ലാവർക്കും സന്തോഷമായി അല്ലേ? ആയി. സന്നിധി സന്തോഷായോ? സന്തോഷായി. എല്ലാവർക്കും സമയം. മായ, മോനിക സന്തോഷായി അല്ലേ? ഇപ്പൊ സരിതക്ക് മാത്രം നമുക്ക് മിസ് ചെയ്ത. സരിത പോയില്ലോ, അവർക്ക് പെറ്റിനെ പോകണം, അത് കാരണം പോയി. അപ്പൊ 2 പേര് രാവിലെ പോവും, ഞാനും രാവിലെ പോവും. എല്ലാവർക്കും അപ്പൊ എല്ലാവർക്കും സന്തോഷായി, ഓക്കെ ആയി അല്ലേ? അപ്പൊ പൂഞ്ഞിച്ചക്ക് എന്താ സന്തോഷായില്ല? അയച്ചില്ല ചേട്ടന്മാരോട് കളിക്കല. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. എല്ലാവർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ലവ് യു ഓൾ. ബൈ ബൈ.